ഹായ് ബഡീസ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ്. ഇന്നലെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കുറേ ഫ്രഷ് ഫിഷിനെ വാങ്ങി അതിൽ നിന്ന് 2 ചെമ്പല്ലി അല്ലെങ്കിൽ റെഡ് സ്നാപ്പറിനെ എടുത്തിട്ട് ഒരു പരുവാക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം റോയിൻ പൊടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ചെമ്പല്ലിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തീർക്കുക. ക്ലീനിങ് തന്നെ കേട്ടോ നമ്മുടെ മെയിൻ ടാസ്ക്. അതിന് വേണ്ടിയിട്ട് റോയിൻ പൊടി കല്ല്, കത്രിക, കത്തി അങ്ങനെ കുറേ ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുമ്മ വലിയൊരു അഭ്യാസം തന്നെ ഇറക്കി. പിടി, വലി, കീറൽ, മുറുക്കിൽ, കഴുകൽ, അവസാനം നമ്മുടെ മീൻ കുട്ടപ്പനായി. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് മീനെ വരയിലാണ്. മീനെ തിരിച്ചും മറിച്ചും കിടത്തിയിട്ട് തുരാന്ന് വരയിടാം. നല്ല താത്തി കീറണോട്ടാ. എന്നാലും മസാല നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് 1 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മീൻ മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 3/4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ജീരകം 1 നുള്ള്. പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. നാരങ്ങ നന്നായിട്ട് ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. അത് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇഞ്ചും വെളുത്തുള്ളി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല കുഴമ്പാക്കുക. എന്നിട്ട് ആ സാധനം എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ വരഞ്ഞ് വെച്ച മീനിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ആ മീനെ ഒരു 3/4 മണിക്കൂർ നേരം വെക്കുക. 1-1.5 മണിക്കൂർ നേരം കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഒരു മീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. ഇനി അടുത്ത മീൻ എടുത്തിട്ട് ഇതേ പരിപാടി തന്നെ നന്നായിട്ട് സാധനം തേച്ച് പിടിപ്പിക്കുക. പിന്നെ 2 മീൻ എടുത്തിട്ട് ഇലക്ട്രിക്കൽ തന്തൂറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറ്റി വെച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാധനത്തിനെ തുറന്നു നോക്കണം കേട്ടോ. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണല്ലോ. പിന്നെ വേണമെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കയറ്റിക്കുക. നമ്മൾ ഒരു മീനിൻ്റെ ഉള്ളിൽ കയറ്റിച്ചിട്ടുണ്ട്. പിന്നെ ആ സാധനം നന്നായിട്ടിരുന്ന് വേവട്ടെ. ഒരു 10-20 മിനിറ്റ് ഇരുന്ന് എന്തായാലും നന്നായിട്ട് വേവണം. തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾ ഞെട്ടി. കാരണം അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ ആകെ പോയി. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തുറന്നു നോക്കണം. എന്താ അവസ്ഥ എന്നറിയാമല്ലോ. പിന്നെ അതിൻ്റെ മേലെ ബാർബിക്യൂ സോസ് ഒഴിച്ചിട്ടാ അവിടെ നന്നായിട്ട് എല്ലായിടത്തും ഇങ്ങോട്ട് തടവി കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ നൈസായിട്ട് സ്മോക്കും കൂടെ അടിച്ചു കൊടുത്തു. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞങ്ങൾ ചുമ്മാ രസത്തിന് ചെയ്തതാണ്. നല്ല രസമില്ലേ കമ്പത്തിരിക്ക തിന്ന പോലെ. ഇനി അതിൻ്റെ മേലെ നൈസായിട്ട് കുറച്ച് വേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വേപ്പിലിട്ടിപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി. ഇനി നമ്മൾ അടുത്ത ടാസ്കിൽ കിടക്കാൻ പോകണം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഗ്രേവിയാണ്. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സവോള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി നൈസായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിക്കുക. ഉലുവ 1 നുള്ളി ഇടുക. വറ്റൽമുളക് 2-3 ഇടുക. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇടുക. വേപ്പില ഇടുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കുക, വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് ബ്രൗൺ കളർ ആവണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ വാളംപുളി കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചാലിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഗ്രേവിക്ക് വേണ്ട പൊടികൾ. അതിനുവേണ്ടി മുളക് പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഫിഷ് മസാല 2 സ്പൂൺ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് വെച്ച വാളംപുളി ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളയ്ക്കണ വരെ വേവിക്കുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഗ്രേവി എടുത്തിട്ട് നമ്മുടെ ഫിഷ് തന്തൂരിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും 5 മിനിറ്റ് നേരം ഇലക്ട്രിക്കൽ തന്തൂരിൻ്റെ ഉള്ളിൽ വെച്ച് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സംഭവത്തിൻ്റെ പേരാണ് ചൈനീസ് തന്തൂരി ഫിഷ് മസാല. സാധനമൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ നൈസായിട്ട് ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.